തൊടുപുഴ ആലക്കോട് 2 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. കൊടക്കച്ചിറയിൽ മാർട്ടിൻ, പാറയ്ക്കൽ മനോജ് എന്നിവരുടെ വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. ബിനു, മാർട്ടിൻ എന്നിവർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്. രണ്ടുപേരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരം കൂടിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മണിയാർ ഡാമിന് സമീപത്തുള്ള വീടുകളൊക്കെ ഏറെക്കുറെയല്ല പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ്. ആ ദൃശ്യങ്ങൾ കൂടി പത്തനംതിട്ടയിൽ നിന്നും വരുന്നുണ്ട്. മണിയാർ ഡാമിന് സമീപത്തുള്ള വീടുകൾ. ഈ ഡാമുകൾക്കൊക്കെ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. നിലവിൽ KSEB ജലനിരപ്പൊക്കെ പരമാവധിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഡാമുകൾക്ക് സമീപം താമസിക്കുന്നവരൊക്കെ അതീവ ജാഗ്രത പുലർത്തണം. നെയ്യാർ ഡാമിന്റെ ഷട്ടർ 20 സെന്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരത്താണെങ്കിലും നെയ്യാർ ഡാമിന് സമീപത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഈ പറഞ്ഞ പോലെ മിക്ക ജില്ലകളിലും പുതിയ കാലാവസ്ഥ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ ദുരിതാശ്വാസ അതോറിറ്റി നൽകുന്ന പുതിയ മാപ്പ് പ്രകാരം അലേർട്ടുകൾ, അത് ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്ന പലയിടങ്ങളിലും റെഡ് അലേർട്ടൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചധികം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് സാരം. ഇന്നിപ്പം 1/8/2026 ഈ തൃശ്ശൂർ തൊട്ട് പിന്നെ അങ്ങോട്ട് കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. റെഡും ഓറഞ്ച് അലേർട്ടും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും ഒക്കെ മാത്രമേ നമുക്ക് കുറച്ചൊരു ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അറിയിപ്പുള്ളൂ. ബാക്കി സകലമാന ഇടങ്ങളിലും തീവ്ര മഴയ്ക്കും അതിതീവ്ര മഴയ്ക്കുമുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളോ കഴിഞ്ഞാൽ ഈ മഴയുടെ തോത് കുറയുമെന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം കടക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനിയും മഴ പെയ്യാനുള്ള ഇപ്പോൾ പലയിടങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടുക്കിയിലാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും കോട്ടയത്തൊക്കെ ആണെങ്കിലും മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. മാനം തെളിഞ്ഞ ഒരു അന്തരീക്ഷമൊക്കെയാണ്. ഇനി വെള്ളം ഇറങ്ങിയാൽ മാത്രം മതി. എന്നിരുന്നാൽ പോലും മഴ തുടരുമെന്നൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. മഴ മാറിയിട്ടില്ലെന്ന് മാത്രമല്ല, റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. ദുരിത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കാൻ എല്ലാ ജനങ്ങളും തയ്യാറാകണം. പ്രത്യേകിച്ച് ഈ ദുരന്ത സമാന സാഹചര്യം നിലനിൽക്കുന്ന ഇടങ്ങളിലുള്ളവർ, വെള്ളം കയറിയ ഭാഗങ്ങളിലുള്ളവരൊക്കെയും അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണം. അവർ വന്ന് വിളിക്കുമ്പോൾ വീടിൻ്റെ മുകളിൽ തുടരാം എന്നൊന്നും പറയാൻ നിൽക്കരുത്. ക്യാമ്പുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അവരുടെ മാക്സിമം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സുരക്ഷയാണ് പ്രധാനം, നാടിൻ്റെ സുരക്ഷയാണ് പ്രധാനം. അപ്പം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്.